ഹലോ ഫ്രണ്ട്സ്, എന്താണ് എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? പിന്നെ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടലിൽ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് പുട്ടുണ്ടാക്കുമ്പോൾ ഇത്ര സന്തോഷം എന്താ വെച്ചാൽ ഒന്നുമല്ല, എന്നും നമ്മൾ സാധാ ചെറിയ പുട്ടും കുറ്റിയിലായിരുന്നു പുട്ട് ചുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്യാസൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഈ അടുപ്പിൽ പോവില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് വലിയ പുട്ടും തൂക്കും അതിൻ്റെ കുറ്റിയൊക്കെ വാങ്ങി 4 വരുന്ന രൂപത്തിലുള്ളതാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിൽ പുട്ടൊക്കെ ഇങ്ങനെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളത് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. വേഗം ആവണുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുട്ടും കുറ്റിയിലേക്ക് പൊടി ഇടുന്ന സമയത്ത് 3 കഷ്ണങ്ങളായിട്ട് കിട്ടാൻ വേണ്ട രൂപത്തിലാണ് കേട്ടോ പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുക. ചില ടൈമിൽ അത് കിട്ടും, ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ. അത് അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പുട്ടിക്കുള്ള കറി എന്ന് പറയണത് കടലക്കറി തേങ്ങ അരച്ചിട്ട് വെക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടാവും, മീൻ കറി ഉണ്ടാവും, പിന്നെ ചിക്കൻ പാർട്സ്, അങ്ങനെയുള്ള ഓരോ ഐറ്റംസാണ് കേട്ടോ ഉണ്ടാവുക. ഇതാണ് നല്ല തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറിയാണ്. പിന്നെ മുട്ടക്കറിയിലേക്ക് നമ്മൾ മുട്ടക്കറി ചോദിക്കുന്ന ടൈമിൽ പുഴുങ്ങിയ മുട്ട പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇതാണ് കറി. പിന്നെ ഞങ്ങൾക്കും ചായ കുടിക്കാനൊക്കെ ആയി, പുട്ടൊക്കെ ആയതല്ലേ. അപ്പോൾ പുട്ടൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പങ്കു ചേച്ചി ഞങ്ങൾക്ക് 3 ചായ ഒഴിക്കുകയാണ്. അപ്പോഴാണ് ഓർമ്മ, ഇന്നലെ ഞാനും സിന്ധേച്ചി മാത്രം ആയതുകൊണ്ട് ചായപ്പൊടി സ്റ്റോക്കില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ അപ്പുറത്ത് ചന്ദ്രേട്ടൻ്റെ കടയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ചായപ്പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ വാങ്ങി പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടു കൊടുക്കണമല്ലോ, എന്നാലല്ലേ നാളെ വേറൊരു സാധനത്തിന് ചെന്നാൽ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇല്ലെങ്കിലൊക്കെ അല്ലേ നമ്മളെ റിലേറ്റീവിൻ്റെ അടുത്തേക്കോ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടലിലും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സാധനം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കടയിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് വാങ്ങും. ഇതാണ് കേട്ടോ നമ്മൾ ചന്ദ്രേട്ടൻ്റെ ചായക്കട. ഇവിടെ ഞാൻ വന്നപ്പോൾ നല്ല ഉഴുന്ന് ദോശ ചൂടാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രേട്ടൻ 3 കൊണ്ടുപോയിക്കോളി ചായ കുടിക്കാനെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ 3 അവിടെ നിന്ന് വാങ്ങി അതുകൊണ്ട് തിരിച്ചു പോന്നു. ഇവിടെ 2-3 പേര് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ നമ്മളെ ഹോട്ടലിലെത്തി ദോശയൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ് കേട്ടോ.